ഒരു ഹിന്ദു നാമധാരി ചിലപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കാം, പക്ഷേ അദ്ദേഹമായിരിക്കില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഉപമുഖ്യമന്ത്രിയായി വരുന്ന ലീഗുകാരനായിരിക്കും. രാഹുൽ ഗാന്ധി ഇദ്ദേഹം പറയുന്നതിനപ്പുറം ചിന്തിക്കുക പോലുമില്ല. അദ്ദേഹത്തിന് ഇനി ആരെന്ത് ഫീഡ് ചെയ്താലും KC പറയുന്ന മന്ത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ തലയിൽ വരുന്നത്. പാർലമെൻറ്റിൽ വന്നാലും ഇലക്ഷന് പോയാലും കേരളത്തിൽ വന്നാലും എല്ലാം അതാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രം. ഈ സർക്കാരിൻ്റെ ദ്രോഹങ്ങൾ, ദൂഷ്യങ്ങൾ മുഴുവൻ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ ഒരു പക്ഷേ രമേശ് ചെന്നിത്തലയേക്കാൾ കുറച്ചുകൂടെ ഷാർപ്പായിട്ട് വരാനായിട്ട് വി ഡി സതീശന് കഴിഞ്ഞു എന്ന് ഞാൻ പറയും. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒരുപോലെ നിർത്താൻ കഴിഞ്ഞെങ്കിലേ കേരളത്തിൽ കോൺഗ്രസിന് ഭാവിയുള്ളൂ. പിണറായി വിജയനായിരുന്നെങ്കിൽ ഒരു ഗുണമുണ്ട്, ആരെയെങ്കിലും തല്ലിക്കൊന്നെങ്കിലും കുറേ പണം ഇവിടെ കൊണ്ടുവരുമായിരുന്നു. കുറേ വികസന പ്രവർത്തനങ്ങൾ, റോഡായാലും വെള്ളമായാലും കുറേ കാര്യങ്ങൾ. മറ്റു ചിലതില്ല. ഏത് ജനാധിപത്യം, സോഷ്യലിസം, മതേതരത്വം അതൊന്നും നടക്കില്ല. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. വോട്ടെടുപ്പ് കഴിഞ്ഞു, ഫലത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വോട്ട് എണ്ണിയിട്ടില്ല. പക്ഷേ ഇതിനകം കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി തർക്കം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. വകുപ്പുകൾ വരെ വിഭജിച്ചു ചിലർ എന്ന് കേൾക്കുന്നു. അതിനപ്പുറം മന്ത്രിമാർക്ക് സഞ്ചരിക്കേണ്ട കാറിൻ്റെ നമ്പർ പോലും നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. എന്താണ് ഇത് നൽകുന്ന സൂചന? പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്, UDF വോട്ട് കൊടുത്ത് വിജയിപ്പിച്ചാൽ തമ്മിലടിയായിരിക്കും നമ്മൾ കാണാൻ പോകുന്ന ഏറ്റവും ആദ്യത്തെ വലിയ പരിപാടിയെന്ന്. നോക്കാം നമുക്ക് എന്താണ് കോൺഗ്രസിൽ സംഭവിക്കുന്നത്. നമ്മോടൊപ്പം ചേരിക്കേണ്ട രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാലൻ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. സർ, എന്താണ് കോൺഗ്രസിൽ സംഭവിക്കുന്നത്? ഇത് ഏതെങ്കിലും മാധ്യമങ്ങൾ പടച്ചുവിടുന്ന നുണക്കഥയാണോ, അതോ യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി എന്നൊരു സംശയമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. കാരണം ചില നേതാക്കളൊക്കെ ഇത് നിഷേധിക്കുകയാണ്, അങ്ങനെ ഒന്നും നടക്കുന്നില്ല എന്ന്. പക്ഷേ വാർത്തകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കിട്ടുന്ന വിവരങ്ങളും ഈ വാർത്തകളൊക്കെ തന്നെ ശരിയാണ് എന്ന് പറയുന്നതാണ്. എന്താണ് ഇത്തരത്തിലൊരു തർക്കം നൽകുന്ന സൂചന? ഇത് കുത്തരിയൊന്നുമല്ല. കോൺഗ്രസിനെ നമ്മൾ എപ്പോഴൊക്കെ ഒരു മാറ്റത്തിന് വേണ്ടി അധികാരത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ അന്നൊക്കെ അതൊരു നാറ്റത്തിൽ കലാശിച്ചിട്ടുണ്ടെന്നുള്ളത് കേരള ചരിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്ഥലത്ത് മാത്രമേ മാറ്റത്തിന് വേണ്ടി കൊണ്ടുവന്ന നാറ്റത്തിൽ കലാശിച്ചു അല്ലേ? നാറ്റത്തിൽ കലാശിക്കുകയാണ് എല്ലായിടത്തും ചെയ്തിട്ടുള്ളത്. വളരെ അപൂർവമായി മാത്രമേ ഉള്ളൂ ചില സ്ഥലങ്ങളിൽ ഭേദപ്പെട്ട ഒരു സർക്കാർ വന്ന് ഭരണം നടത്തി. അതും ഒരു 2000-ന് മുമ്പൊക്കെയാണ് അത് നടന്നിട്ടുള്ളത്. അതിനുശേഷം അത് വളരെ കുറവാണ്. അതിന്റെ ആദ്യത്തെ സൂചനയാണിതെന്നാണ് പറയുന്നത്. ആദ്യത്തെ സൂചനയാണ് ഇത്. കേരളത്തിൽ ഇങ്ങനെ തന്നെയാണ് എല്ലാ തവണയും. മുമ്പ് കരുണാകരൻ ആന്റണി പോരായിരുന്നെങ്കിൽ പിന്നീട് അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി ഒരു ഗ്രൂപ്പ്, മറ്റേ പരിവർത്തിത I ഗ്രൂപ്പ്, നിലവിലുള്ള I ഗ്രൂപ്പ് എന്ന് A ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് പല ഗ്രൂപ്പുകൾ ചേർന്ന് ഉള്ള കളിയായിരുന്നു. എന്തായാലും അത് ഒക്കെ കളിച്ചാണ് ഇപ്പം തുടർ ഭരണത്തിനുള്ള സന്ദർഭം ഉണ്ടാക്കി കൊടുത്തത്. അത് കഴിഞ്ഞ് ജനം ഇപ്പോൾ ഒരു മാറ്റത്തിന് ആഗ്രഹിക്കണം. ആ മാറ്റത്തിലാണ് ഇപ്പം നാറ്റം തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ പലരും പല പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതിന് മുൻപ് പറഞ്ഞു കേട്ട പേരുകൾ തന്നെയാണ്. ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പറഞ്ഞു കേട്ട പേരുകൾ തന്നെയാണ്. അന്നൊക്കെ തന്നെ UDF മുൻതൂക്കം ലഭിക്കുക എന്ന് എല്ലാവരും ഒരു നിരീക്ഷണം പോലെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാറ്റത്തിന് വേണ്ടിയാണ് ജനം വോട്ട് ചെയ്തത്. അതെ, മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പ്രചാരണം വേളയിൽ തന്നെ കോൺഗ്രസ് ഒക്കെ അച്ചടക്കം പാലിച്ചു. ഒന്ന് കടിച്ചു പിടിച്ചിരുന്നു. തർക്കം ഒക്കെ ഒതുക്കി എല്ലാവരും ഒത്തൊരുമയോടെയാണ് പോകുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും വിജയിച്ചിരുന്നു. പക്ഷേ ഈ വോട്ടെടുപ്പിന് ശേഷം കൈവിട്ടു പോയെന്ന് തോന്നുന്നു ആ നിയന്ത്രണമൊക്കെ. പൂർണ്ണമായും കൈവിട്ടുപോയി. അതിൻ്റെ പ്രധാന കാരണം ഈ 3 നേതാക്കൾ, 5 നേതാക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ ശശി തരൂർ നേരത്തെ ഔട്ടായി. K. സുധാകരൻ അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് ഔട്ടായി. പിന്നെ 3 ത്രിമൂർത്തി നേതാക്കൾ അങ്ങനെ മിന്നി നിൽക്കുകയാണ്. അതെ, എല്ലാം 61 വയസ്സ് മുതൽ 69 വയസ്സ് വരെയുള്ള, രമേശ് ചെന്നിത്തലയ്ക്കാണെങ്കിൽ 69 വയസ്സ് ആയെന്ന് തോന്നുന്നു. KCയും ഏതാണ്ട് 61-നും 60-നും അതിനിടയ്ക്കുള്ള പ്രായത്തിലാണ്. 64 മറ്റായി കാണും, 65 കാണണം KCക്ക്. VDക്കാണെങ്കിൽ 61 62 ആയിട്ടുള്ളൂ. അപ്പോൾ ഈ 60കൾ കിടന്ന് ഷഷ്ടിപൂർത്തി കഴിഞ്ഞ 3 പേരുടെ ഒരു പോരാണിപ്പോൾ നടക്കുന്നത്. ഇവരിൽ ഇപ്പോൾ പണ്ട് നമ്മൾ പറയാറില്ലേ, കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി, ഇപ്പൊ KC വേണു ഭരിച്ചിടും എന്നാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചരണം. കേരം തിങ്ങും കേരള നാട്ടിൽ KC ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി അടിച്ച് പരത്തുന്ന ഒരു പ്രചരണം. അത് KC വേണുഗോപാൽ പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടില്ല, അമ്മയാണ് ഞാൻ അറിഞ്ഞിട്ടില്ല, പക്ഷേ ഇങ്ങനെ സംഭവിച്ചു പോയതാണ്, ആൾക്കാരെ കൂടെ കയറി എന്നെ ഇങ്ങനെ
മുഖ്യമന്ത്രിയാക്കാൻ നിൽക്കുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ എല്ലാവരോടും നിശബ്ദത പാലിക്കാൻ പറയാം, അതേ എനിക്ക് കഴിയുള്ളൂ. അല്ല സാർ, ഈ മുൻപും പറഞ്ഞിരുന്നു, ഇതിപ്പോൾ ഇവിടെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ്, മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല, ഈ രണ്ടുപേരും ഒക്കെ തന്നെ കുപ്പായം കത്തച്ച് കാത്തിരിക്കുന്നു. എന്നാൽ സമയമാകുമ്പോൾ ഡൽഹിയിൽ നിന്നും നൂലിൽ കെട്ടി KCയെ ഇറക്കും. കാരണം അവിടെ ഹൈക്കമാൻഡിന്റെ സ്വന്തം ആളാണ്, അല്ലെങ്കിൽ അദ്ദേഹമാണ് കേരളത്തിന്റെ ഹൈക്കമാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഹൈക്കമാൻഡ് പൂർണ്ണമായിട്ടല്ല, അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ആളാണ്. ഓക്കെ. രാഹുൽ ഗാന്ധി ഇദ്ദേഹം പറയുന്നതിനപ്പുറം ചിന്തിക്കുക പോലും ഇല്ല. അദ്ദേഹത്തിന് ഇനി ആരെന്ത് ഫീഡ് ചെയ്താലും KC പറയുന്ന മന്ത്രമായിരിക്കും അദ്ദേഹത്തിന്റെ തലയിൽ വരുന്നത്. പാർലമെന്റിൽ വന്നാലും ഇലക്ഷന് പോയാലും കേരളത്തിൽ വന്നാലും എല്ലാം അതാണ് അദ്ദേഹത്തിന്റെ മന്ത്രം. പക്ഷേ സോണിയയ്ക്കും പ്രിയങ്കയ്ക്കും അത്ര വലിയ മതിപ്പൊന്നും KCയെ കുറിച്ച് ഇല്ലെന്നാണ് ഇപ്പോഴത്തെ അറിവ്. കാരണം അവിടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു മിടുക്കൻ വന്ന് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ആയില്ലെങ്കിൽ നോർത്ത് ഇന്ത്യ ഗോവി എന്നുള്ളതാണ് അവരുടെ ചിന്ത. അതുകൊണ്ട് ഇദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും തിരിച്ച് മുഖ്യമന്ത്രി ആയോ അല്ലാതെയോ വേണമെങ്കിലും ആക്കിക്കോട്ടെ എന്നുള്ള ചിന്ത അവിടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം KCക്ക് അനുകൂലമാകുന്ന ഘടകങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. പക്ഷെ പിന്നെ പ്രശ്നം പിന്നെ വേറൊന്നുള്ളത്, ഈ 93 ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ വന്നതിൽ ഏതാണ്ട് 32 പേരും KCക്ക് അനുകൂലമായിട്ടുള്ളവരെ പല വിധത്തിൽ തിരികെ കയറ്റിയിട്ടുണ്ട്, പല കാരണങ്ങൾ പറഞ്ഞു. അപ്പം തന്നെ നമ്മുടെ ഈ KCക്ക് അനുകൂലമായി വന്ന പ്രസ്താവനകൾ നോക്കിയാൽ അറിയാം. മാത്യു കുഴൽനാടനായാലും റോജി M. ജോൺ ആണെങ്കിലും KCയുടെ നേതാവ് അലൂഷ്യസ് ആയാലും ഇങ്ങനെ പിന്നെ രമ്യ ഹരിദാസ്, ഇങ്ങനെ ഈ സീറ്റ് കൊടുത്തതിൽ പ്രമുഖരിൽ പലരും തന്നെ അദ്ദേഹത്തിൻ്റെ ഗുഡ് ലിസ്റ്റിൽ ഉള്ളവരും അദ്ദേഹത്തിന് താല്പര്യമുള്ളവരാണ്. അപ്പോൾ ജയിച്ചു വരുമ്പോഴും അവിടെ ഒരു മേൽക്കോയ്മ അദ്ദേഹത്തിന് കാണും. ഓക്കെ. അപ്പോൾ നിയമസഭാ അംഗം എന്നുള്ള അംഗങ്ങളുടെ തീരുമാനം എന്ന നിലയിലും ചിലപ്പോൾ മേൽക്കോയ്മ വന്നേക്കാം. ഓക്കെ. ഈ വക പ്രാധാന്യങ്ങൾ അദ്ദേഹത്തിന് നിൽപ്പുണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തല സീനിയറാണ്. അതെ. അതായത് 1970കളിൽ KSUവിലൂടെ വളർന്നു വന്ന നേതാവാണ് അദ്ദേഹം. KSUവിൽ വരുമ്പോൾ ഇവരാരും സ്കൂൾ തലത്തിൽ എന്തെങ്കിലും പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അദ്ദേഹം മന്ത്രിയായി 1982-ൽ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നാഷണൽ NSUവിൻ്റെ പ്രസിഡന്റ്, അങ്ങനെ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി. ഇന്ദിരാഗാന്ധി ഇദ്ദേഹത്തിൻ്റെ ഹിന്ദി പ്രസംഗം കേട്ട് കോരിത്തിരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കരുണാകരനോട് പറഞ്ഞു എന്നാ പറയുന്നത്, ഒരു മിടുക്കൻ ചെറുക്കനാണ് അവിടുന്ന് വരുന്നത്, അയാളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കരുണാകരനും ഗുഡ് ലിസ്റ്റിൽ വന്നു. അങ്ങനെ 82-ൽ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായിട്ട് അദ്ദേഹം കേരളത്തിൽ വന്നു എന്നുള്ളതാണ്. എനിക്കൊന്ന് സോഷ്യൽ വെൽഫെയർ എന്താണ് അദ്ദേഹത്തിന് കിട്ടിയ വകുപ്പ്. എന്നാലും വകുപ്പല്ല പ്രധാനം. 27ാമത്തെ വയസ്സിൽ കേരളത്തിലെ ഒരു മന്ത്രിയായി എന്നുള്ളത് നിസ്സാര കാര്യമല്ല. ശരിയാണ്. അത് കഴിഞ്ഞ് പിന്നെ കരുണാകരൻ്റെ ക്യാബിനറ്റിൽ, AK ആന്റണിയുടെ ക്യാബിനറ്റിൽ, ഉമ്മൻചാണ്ടിയുടെ ക്യാബിനറ്റിൽ, ഇങ്ങനെ പ്രഗത്ഭന്മാരുടെ എല്ലാം ക്യാബിനറ്റുകളിൽ താക്കോൽ സ്ഥാനത്തിരുന്ന ഒരാളും കൂടെയാണ്. അപ്പം അത് നിസ്സാരമല്ല. ഇത്രയും വലിയ ഭരണപരിചയം. അതെ. 16 മുതൽ 21 വരെ 14ാം നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ്. അതെ. വെറും പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം അനേക വിഷയങ്ങൾ, ശരിക്കു പറഞ്ഞാൽ കേരളത്തിനെ ചിന്തിപ്പിക്കുന്ന, കേരളത്തിലെ ജനങ്ങൾക്ക് മറിച്ച് വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന അനേകം വിഷയങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. അല്ല, ഞാൻ ചിരിപ്പോയത് 2 കാരണങ്ങളാണ്. ഒന്ന്, പ്രളയം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ അതികായനായി നിന്ന ക്യാപ്റ്റനും, പിന്നെ കോവിഡ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അതിനേക്കാൾ വലിയ അതികായനായി നിന്ന ക്യാപ്റ്റനും, പിന്നെ കിറ്റ് എന്നൊരു പുതിയ സംവിധാനം കൂടെ വന്ന് ജനങ്ങളെ ഇങ്ങനെ ആകെ സംരക്ഷിച്ച് കോരിത്തെരിപ്പിച്ച് നിർത്തുന്ന ക്യാപ്റ്റനും ഒക്കെ വന്നപ്പം അവിടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് അല്പം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെ കറക്റ്റ് ആയിരുന്നു. ജെന്റിൽ ആൻഡ് കറക്റ്റ്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കൃത്യമായിട്ടുള്ള വിവരങ്ങളുടെ, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഓരോ ആരോപണങ്ങളും ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടെന്നറിയാമോ? 1982 മുതൽ കേരളത്തിൽ ഭരിക്കുന്ന ആളാണ്. കേരളത്തിലെ ഓരോ വകുപ്പിലും അദ്ദേഹത്തിന് ആളുണ്ട്. വിവരങ്ങൾ ഇങ്ങനെ ഫിംഗർ ടിപ്പിൽ വരും. IAS നിന്ന് വരണമെങ്കിൽ അങ്ങനെ, താഴെത്തട്ടിൽ NGO അസോസിയേഷൻ്റെ ആൾക്കാരിൽ നിന്ന് വരണമെങ്കിൽ അങ്ങനെ, എവിടെ നിന്നും അദ്ദേഹത്തിന് ഇൻഫർമേഷൻ കിട്ടാൻ, ഇപ്പോഴും ഇൻഫർമേഷൻ കിട്ടാനുള്ള സാധ്യത അദ്ദേഹത്തിനുണ്ട്. ഭരണയന്ത്രം ഭംഗിയായിട്ട് ചലിപ്പിക്കാൻ കഴിയുന്ന ആള് ഞാൻ പറയും രമേശ് ചെന്നിത്തല. അത്തരത്തിൽ കൃത്യമായ ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ, വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉന്നയിച്ച ആരോപണങ്ങളിലെല്ലാം തന്നെ സർക്കാരിന് പുറകെ പോകേണ്ടി വന്നിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും. പക്ഷേ എനിക്ക് കോൺഗ്രസിനോട് നമുക്ക് ഒരു അമർഷം തോന്നുന്നത്, ഓക്കെ, സർക്കാരിൻ്റെ അഴിമതിയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരോപണം ഉന്നയിച്ച് ആഞ്ഞടിക്കുന്ന പ്രതിപക്ഷ നേതാവിന് ഒപ്പം നിൽക്കുവാൻ പ്രതിപക്ഷം തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും കഷ്ടം തോന്നിയ കാര്യം. ഈ കോൺഗ്രസിനോട് നമുക്ക് പുച്ഛം തോന്നിപ്പോയ കാര്യം അതാണ്. കോൺഗ്രസിൽ അവർ ഒറ്റക്കെട്ടായി നിന്ന് ആഞ്ഞടിക്കേണ്ടതല്ലേ? അപ്പോഴൊന്നും ഈ രമേശ് ചെന്നിത്തല മാത്രം വാർത്താസമ്മേളനം നടത്തി പറയുന്നു, അതിനെ ആദ്യം നിഷേധിക്കുന്ന ഭരണപക്ഷത്തെയാണ് നമ്മൾ കാണുന്നത്.
രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം ആരുമില്ലാതിരുന്ന അല്ലെങ്കിൽ പടയില്ലാത്ത പടനായകനായിരുന്നു അന്ന് രമേശ് ചെന്നിത്തല എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തോട് ഒരു സഹതാപം തോന്നിയിട്ടുണ്ട്. ഇത്രയേറെ കറക്റ്റായിട്ട്, ഇത്രയേറെ ടെക്നിക്കലി കറക്റ്റായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും. അല്ലെ, കോൺഗ്രസിന്റെ ഒരു രീതി അങ്ങനെയാണ്. ഇതൊരു പറയപ്പെട്ട പന്തിരൂലം പോലെയാണ്. മനസ്സിലായില്ലേ? ആരും മോശമല്ല. ഈ പറയപ്പെട്ട പന്തിരൂലത്തില് എല്ലാവരും പ്രഗത്ഭന്മാരാണ്. പക്ഷേ എല്ലാം അവനവൻ്റെതായ ഫീൽഡിൽ കൂടെ ഇങ്ങനെ പോയി അതിൽ അവർ ഒറ്റയ്ക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി. അത് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കുഴപ്പമില്ല. പക്ഷെ ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ പരസ്പരം നമ്മുടെ കഴിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ട് താൻ അവിടെ വർക്ക് ചെയ്യും, ഞാൻ ഇവിടെ വർക്ക് ചെയ്യാം, നമുക്ക് ഇങ്ങനെ ഓർഗനൈസേഷൻ കൊണ്ടുപോകാം എന്നുള്ളൊരു ചട്ടക്കൂടിലേക്ക് പോകാൻ കേരളത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ദുരന്തം. അത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ആണ് വി ഡി സതീശൻ വന്നത്. ഓക്കെ, വി ഡി സതീശൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, പിണറായി വിജയനെ പോലെ കരുത്തനായ ഒരു നേതാവിന് മുന്നിൽ നിന്നുകൊണ്ട്, പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പിണറായി വിജയൻ ഒന്ന് പറയുമ്പോൾ തിരികെ പറയുവാൻ ധൈര്യപ്പെടാത്ത എതിർപക്ഷവും സ്വന്തം പക്ഷക്കാരെയുമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ പോലും അദ്ദേഹത്തെ തിരുത്താൻ ആരുമില്ല ഇപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്കെതിരെ എന്താടാ എന്ന് തിരിച്ചു ചോദിക്കാൻ തൻ്റെ ഇടമുള്ളൊരു നേതാവായി വി ഡി സതീശൻ വന്നു. പക്ഷേ വി ഡി സതീശൻ ഉന്നയിച്ച ആരോപണങ്ങളിലൊക്കെ തന്നെ രമേശ് ചെന്നിത്തലയുടെ അത്രയും ഡാറ്റകൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹം ആരോപണം ഉന്നയിച്ചതെന്ന് സംശയം തോന്നിയിരുന്നു നമുക്ക്. അത് മാത്രമല്ല, വി ഡി സതീശന് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം, അദ്ദേഹം ക്യാമറയ്ക്ക് മുമ്പിലാണ് അഭിനയം മുഴുവൻ. ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ആ 99 കാറിൽ കയറി പ്രതിപക്ഷ നേതാവിൻ്റെ കാറിൽ കയറി അങ്ങ് പോകും. ഓക്കെ, ഫീൽഡിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ഫീൽഡിൽ പരാജയപ്പെടുന്ന പ്രതിപക്ഷ നേതാവിന് പലപ്പോഴും ജനങ്ങളുടെ ഹൃദയം കടാതാകർഷിക്കാൻ കഴിയില്ല. അദ്ദേഹം ആകർഷിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ അദ്ദേഹം എന്ത് പറഞ്ഞോ അത് തടുക്കാൻ വരുന്ന ഒരു ഭഗീരഥനായിരിക്കണം പ്രതിപക്ഷ നേതാവ്. അതാണ് വി എസിൻ്റെ ഗുണം. ഞാനൊരു പ്രസംഗം നടത്തി അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ സർക്കാർ ചെയ്യുകയാണെങ്കിൽ എന്നാൽ പിന്നെ ഞാൻ കണ്ടിട്ട് തന്നെ എന്ന് പറഞ്ഞ് മുണ്ടും മടക്കി കുത്തില്ലത് എങ്ങനെ ഒരു പിടി പിടിക്കും. ആ ഒരു പിടിയും പിടിച്ചുകൊണ്ടൊരു പോക്കുണ്ട്. അതുപോലത്തെ ഒരു സ്റ്റേച്ചർ വി ഡി സതീശന് കഴിഞ്ഞില്ല. അത് വേറെ ആർക്കും ഇല്ലാത്ത സംഭവമാണല്ലോ സാർ. അതെ, ആർക്കും ഇല്ല. അത് കോൺഗ്രസിന്റെ ഒരു വീക്ക്നെസ്സുമാണ്. കാരണം ഈ കൂടെ നിൽക്കാൻ ആളുണ്ടെങ്കിൽ നേതാവ് കൂടുതൽ അങ്ങനെയുള്ള പ്രക്ഷോഭങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം പലപ്പോഴും ശ്രമിച്ച കാര്യങ്ങൾ, അദ്ദേഹം ഈ അവസാനം നടത്തിയ യാത്ര മാത്രമാണ് അദ്ദേഹത്തിന്റെ ഒരു വിജയമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. മറ്റു പല പരിപാടികളും അദ്ദേഹത്തിന് ഉദ്ദേശിച്ച രീതിയിൽ ജനങ്ങളുടെ രക്ഷകനാണ് താൻ, എൻ്റെ പിന്നിൽ പ്രതിപക്ഷത്തിന്റെ ഒരു സേനയുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വീക്ക്നെസ്. അല്ല, എനിക്ക് തോന്നുന്നു, ഞാൻ ചോദിച്ചോട്ടെ സാർ, പക്ഷെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് അറിയാം. പ്രശ്നങ്ങൾ എവിടെ കൊണ്ടെന്ന് മർമ്മത്തിൽ കുത്തണമെന്ന് അദ്ദേഹം അറിയാം കൃത്യമായിട്ട്. അതായത് ഈ സർക്കാരിന്റെ ദ്രോഹങ്ങൾ, ദൂഷ്യങ്ങൾ മുഴുവൻ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ ഒരു പക്ഷേ രമേശ് ചെന്നിത്തലയേക്കാൾ കുറച്ചുകൂടെ ഷാർപ്പായിട്ട് വരാനായിട്ട് വി ഡി സതീശന് കഴിഞ്ഞു എന്ന് ഞാൻ പറയും. അതെ, തീർച്ചയായിട്ടും വി ഡി സതീശനൊരു വാക്കുകൾ ഷാർപ്പ്. അതെ, പിന്നെ കുറച്ച് നിലപാടുകൾ എടുത്ത് അതിൽ ഉറച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അത് ഉറച്ചു നിൽക്കുന്നതായി തെറ്റിദ്ധരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. ആണോ? അതായത് അല്ലെങ്കിൽ പിന്നെ അൻവറിനെ എടുക്കില്ല എന്ന് പറഞ്ഞു. എടുത്തു. നിർണായക സമയത്ത് അന്ന് എടുക്കണമായിരുന്നു. അന്ന് എടുത്തിരുന്നെങ്കിൽ വേറെ ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു. കാരണം നിയമസഭയിലേക്ക് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. വി ഡി സതീശനൊപ്പം പ്രതിപക്ഷ നേതാവായിട്ട് പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് അൻവറിന് സംസാരിക്കാൻ കഴിയുമായിരുന്നു. ഒരുപക്ഷെ കുറച്ചുകൂടെ അസംബ്ലിക്കകത്ത് കുറെ കൂടെ വലിയ പോരാട്ടങ്ങൾ ഉണ്ടാക്കാനും ഭരണപക്ഷത്തിൽ കുറെ കൂടെ പ്രതിസന്ധികൾ ഉണ്ടാക്കാനും കഴിയുമായിരുന്നു. അന്ന് നിലമ്പൂരിൽ അൻവറിന് സീറ്റ് കൊടുക്കേണ്ടതായിരുന്നു. ഇത് ഒറ്റ വാക്ക് പറഞ്ഞാൽ ഇപ്പോഴേ ഉള്ളൂ, ഇത് കഴിഞ്ഞാൽ ഇല്ല, ഇത് കഴിഞ്ഞാൽ വേറൊരു സീറ്റ് ആയിരിക്കുമെന്ന് തൽക്കാലത്തേക്ക് 6 മാസത്തേക്ക് 6 മാസത്തേക്ക് അവിടെ സീറ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ട് ഒരു അപാകതയും വരാനില്ല. അത് ആര്യാടൻ ഷൗക്കത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കാവുന്നതാണ്. താങ്കൾക്ക് ഇത് കഴിഞ്ഞാൽ ഇത് സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നു, അടുത്തത് താങ്കളാണ്. ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇതാണ് ഈ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ആശാനായ കെ കരുണാകരനും ഇവരും തമ്മിലുള്ള വ്യത്യാസം. കെ കരുണാകരൻ എന്ന് പറയുന്നത് MVRന്റെ തെറിയും അടിയും കേട്ട് പിന്നെ പീഡനവും സഹിച്ച് നിന്ന ഒരാളാണ്. അദ്ദേഹം ഒരു പ്രതിസന്ധി വന്നപ്പം എതിരാളിയെ തൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവന്ന് ശത്രുവിന്റെ ശത്രു മിത്രമെന്ന രീതിയിലാക്കി കൊണ്ടുവന്ന് MLA ആക്കി മന്ത്രിയാക്കി വാഴിച്ചു. അതിന്റെ ഗുണം അദ്ദേഹത്തിന് പലപ്പോഴും ഉണ്ടായി. ഈ ഒരു ഗുണം അൻവർ വെച്ചിട്ട് തൽക്കാലത്തെങ്കിലും എടുക്കാൻ വി ഡി സതീശൻ എന്നുള്ള തന്ത്രശാലിക്ക് കഴിഞ്ഞില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിനെ വെട്ടുമെന്നുള്ള ഭയം ചിലപ്പോൾ അദ്ദേഹം നമുക്ക് നൽകുന്നൊരു മറുപടി എന്തായിരിക്കുന്നു, MVR അല്ല
അൻവർ. അൻവർ എന്നുള്ള കാര്യം നിങ്ങൾ പക്ഷേ മറക്കരുത്. ഈ അൻവറിനെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ജമാഅത്തെ ഇസ്ലാമിയെ ആ. വെള്ള പൂശുമ്പോൾ അതാണ്. അൻവറിനെ വെള്ള പൂശുന്നതിൽ എന്ത് കുഴപ്പം? അതാണ് അതിലേക്കാണ് ഞാൻ വന്നത്. സതീശന് സംഭവിച്ച ഒരു പിഴവ് എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ ഇങ്ങനെ വെള്ളപൂശി സ്വന്തം പാളയത്തിൽ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ്. ആ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള ഒരു ടാഗ് ഇല്ലായിരുന്നുവെങ്കിൽ UDF ഇന്ന് അനുഭവിക്കുന്ന ഈ മത്സരത്തിലെ കടുപ്പം കുറയ്ക്കാമായിരുന്നു. കുറെ കൂടി സ്മൂത്ത് ആയിട്ട് അവർക്ക് വിജയിച്ചു വരാൻ സാധിക്കുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. കുറെ കൂടെ സീറ്റുകൾ ശക്തമായ കൂടുതൽ ഭൂരിപക്ഷവും ഒരു പക്ഷേ ഹിന്ദു വിഭാഗങ്ങളുടെ ഇടയിൽ കോൺഗ്രസിന് ഇന്ന് അല്പമെങ്കിലും ഉണ്ടായിട്ടുള്ള ഒറ്റപ്പെടലിന്റെ ഒരു കാരണവും ഒക്കെ അത് തന്നെയാണ്. ഹിന്ദു വിഭാഗങ്ങളിൽ ഒരു ഒറ്റപ്പെടൽ കോൺഗ്രസിലെ പല നേതാക്കളും അനുഭവിക്കുന്നത്. അത് ഹിന്ദു നേതാക്കൾക്കേ അത് മനസ്സിലാവുള്ളൂ. അതെ, നിങ്ങൾ കെ മുരളീധരനോട് ചോദിച്ചു നോക്കണം എത്രത്തോളം അദ്ദേഹം വിമർശപ്പെടുന്നുണ്ട്. അദ്ദേഹം അവിടെ നിന്ന് ജയിക്കുകയാണെങ്കിൽ അതൊരു അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയുടെ അങ്ങേറ്റത്തേത് കൊണ്ടാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം അദ്ദേഹത്തിന് തോൽക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങളാണ് വട്ടിയൂർക്കാവിൽ ഈ പാർട്ടി എടുത്ത നയങ്ങൾ കൊണ്ട് ഉണ്ടായത്. അദ്ദേഹത്തിനെ പലയിടത്തും കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് നേമത്താവട്ടെ, തൃശ്ശൂരാകട്ടെ, വടകരയാകട്ടെ, ഓരോ സ്ഥലത്തും കൊണ്ട് പ്രതിഷ്ഠിച്ച് അദ്ദേഹത്തിനെ ഹിന്ദു വിരുദ്ധനാക്കി സൃഷ്ടിക്കുന്നതിൽ വലിയ സ്ഥാനം കോൺഗ്രസ് വഹിച്ചിട്ടുണ്ട്. അതുപോലെ പല നേതാക്കൾക്കും പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് പോലെ വി ഡി സതീശന് നിൽക്കാൻ കഴിയുന്ന താൻ മതേതരത്വത്തിന്റെ ആളാണ്, തിണ്ണ നിരങ്ങാത്ത ആളാണെന്ന് പറയുമ്പോൾ അത് ചില സ്ഥലത്ത് മാത്രം ഉപയോഗിക്കുന്ന വാക്കുകൾ. അദ്ദേഹം പരസ്യമായും എറണാകുളത്ത് വെച്ച് സിനഡ് നടക്കുമ്പോൾ തിണ്ണ നിരങ്ങാൻ പോയി. അത് കഴിഞ്ഞ് ഇപ്പം CSIയുടെ തിണ്ണ നിരങ്ങിയാണ് പ്രവീണിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. ഇങ്ങനെ പല തിണ്ണനിരങ്ങളിലും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ തിണ്ണനിരങ്ങലുകൾ അദ്ദേഹം ഹിന്ദു സംഘടനകളുടെ നേതാക്കൾക്കെതിരെ മാത്രമായിട്ട് നിർത്തിവെച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനുള്ളൊരു ആരോപണം. അതെ, ഈ തിണ്ണനിരങ്ങൾ എന്ന പ്രയോഗം ഹിന്ദു സംഘടനാ നേതാക്കൾക്കെതിരെ മാത്രമായിട്ട് അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആരോപണം, അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം. അതാണ് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സംഭവിച്ചിട്ടുള്ള ഒരു പിഴവാണത്. ന്യൂനപക്ഷങ്ങളുടെ വോട്ടിന് വേണ്ടി ഭൂരിപക്ഷങ്ങളെ പിണക്കുന്ന ഒരു രീതി. അത് ഇനി അധിക നാൾ നടക്കില്ല എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഒരു പാഠം. അതെ, കാരണം അദ്ദേഹം സെക്യുലർ ആയിരുന്നുവെങ്കിൽ ജമാഅത്തെ ചേർത്ത് നിർത്തില്ലായിരുന്നു. അദ്ദേഹത്തിന് ആർജവത്തോടുകൂടി പറയാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പറ്റില്ല. അതുകൊണ്ടൊന്നും അങ്ങനെയൊന്നും പറഞ്ഞത് കൊണ്ടൊന്നും ഇവിടെ വലിയ വോട്ടൊന്നും നഷ്ടപ്പെടാനൊന്നും പോണില്ല. അതെ, പക്ഷേ കുറെ വോട്ടുകൾ അധികം കിട്ടുകയുള്ളൂ. അതോടെ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായക്ക് കുറച്ചുകൂടെ തിളക്കവും കൂടിയാണ്. കാരണം വി ഡി സതീശന്റെ പ്രതിച്ഛായ ഒരുപാട് തകർന്നു പോയെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഞാൻ ഒരു സെക്കുലറാണ്, മതേതരവാദിയാണ്, ഞാൻ ഒരുത്തരുടെയും തിണ്ണനിരങ്ങാൻ പോകുന്ന ആളല്ല, എൻ്റെ ലക്ഷ്യം കേരളത്തിലെ എല്ലാ ജനങ്ങളും ഈ ഒരു ഒരുമയോടെ ഒന്നിച്ച് കാണാൻ കഴിയുന്ന ആളാണ് ഞാൻ എന്ന് അദ്ദേഹത്തിന് സ്ഥാപിക്കാൻ കഴിയുമായിരുന്നു. അത് അദ്ദേഹം നഷ്ടപ്പെടുത്തി. ഇതൊരു രാഷ്ട്രീയക്കാരന് വളരെ പ്രധാനമാണ്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്രയും കരുത്തനായ ഒരാൾ ഇത്രയും കൂടുതൽ ജനങ്ങളെ വെറുപ്പിച്ചു എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ: ഹി വാസ് നോട്ട് ഇമ്പാർഷ്യൽ. ഒരു പൊളിറ്റിക്കൽ ലീഡറിന്റെ ഏറ്റവും വലിയ കഴിവ് ഇമ്പാർഷ്യൽ ആണെന്ന് തോന്നിപ്പിക്കാനെങ്കിലും കഴിയണം മിനിമം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതാണ് ശ്രീ പിണറായി വിജയനെ പറ്റിയത്. കാരണം ഏത് വന്നാലും എൻ്റെ സഖാവിന് മുൻ സ്ഥാനം. ചീഫ് സെക്രട്ടറി ആകുമ്പോഴും പണ്ടെങ്ങാനും ഒരു ചുവന്ന കൊടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മുൻസ്ഥാനം, അല്ലെങ്കിൽ എൻ്റെ സഖാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർക്ക് മുൻസ്ഥാനം. ഒരു നിയമനം നടത്തുകയാണ്, അതിൽ പോലും പാർഷ്യാലിറ്റി കാണിച്ചുകൊണ്ട് ചെയ്യുന്ന സാഹചര്യങ്ങൾ. PSCയിലേക്ക് നിയമനം നടത്തുമ്പോൾ, മറ്റെവിടെ നിയമനം നടത്തിയാലും, ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലായാലും ദേവസ്വം ബോർഡിലായാലും എല്ലാത്തിലും ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്ന സമീപനം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മികവിൽ ഒരല്പം കുറവ് സംഭവിച്ചു. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലെയും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സർവേ നടത്തി. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ടീച്ചർ ഏതായിരിക്കും? ശരിയാണ്. അന്ന് നടത്തിയപ്പോൾ 4-5 ക്വസ്റ്റ്യൻ കൊടുത്തത് ഏറ്റവും സ്നേഹമുള്ള ടീച്ചർ, ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് സഹകരണങ്ങളെ കളിക്കാൻ വിടുന്ന ടീച്ചർ, തമാശ പറയുന്ന ടീച്ചർ, ഇങ്ങനെയൊക്കെ നോക്കി കുട്ടികൾ വോട്ട് ചെയ്തതെന്നറിയാമോ? ഇമ്പാർഷ്യൽ. ടീച്ചർ മസ്റ്റ് ബി ഇമ്പാർഷ്യൽ. ഞാനും ഈ കുട്ടിയും തമ്മിലൊരു പ്രശ്നം ടീച്ചർ മുമ്പിൽ പറഞ്ഞാൽ ടീച്ചർ ഞങ്ങളെ രണ്ടുപേരെയും ബാധിക്കാത്ത വിധത്തിൽ, ഞങ്ങളുടെ രണ്ടുപേരുടെയും അടുത്തേക്ക് ഒരു പാർഷ്യാലിറ്റി വരാത്ത വിധത്തിൽ കൈകാര്യം ചെയ്യുന്ന ആളായിരിക്കണം. ഇതൊരു മുഖ്യമന്ത്രിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഭരണാധികാരികൾ അതിനേക്കാൾ പ്രധാനപ്പെട്ടത്. ഇത് ജനാധിപത്യത്തിൽ, ഏകാധിപത്യത്തിൽ കുഴപ്പമില്ല, ചൈനയെ കുഴപ്പമില്ല, റഷ്യയെ കുഴപ്പമില്ല, പക്ഷേ ഇന്ത്യയിൽ അത് ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ശരിയാണ്. ഇത് വി ഡി സതീശൻ ഒരു മന്ത്രമാക്കേണ്ടതാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ മറ്റെല്ലാ കഴിവുകളും നിൽക്കുമ്പോഴും താൻ ഇമ്പാർഷ്യലാണ്, താൻ സെക്കുലറാണ് എന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ
ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒരുപോലെ നിർത്താൻ കഴിഞ്ഞെങ്കിലേ കേരളത്തിൽ കോൺഗ്രസിന് ഭാവിയുള്ളൂ. ഇല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രിയായി വരുന്ന ലീഗിൻ്റെ മന്ത്രിയായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഉം, ഉം. ഒരു ഹിന്ദു നാമധാരി ചിലപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കാം, പക്ഷേ അദ്ദേഹമായിരിക്കില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഉപമുഖ്യമന്ത്രിയായി വരുന്ന ലീഗുകാരനായിരിക്കും. മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിയുമായും ആക്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണേണ്ടി വരും. ഓക്കെ. ഇത് കൂടുതൽ നാറ്റത്തിലേക്ക് പോകുന്ന ഇനിയിപ്പോൾ പറഞ്ഞു കേൾക്കുന്ന മൂന്നാമത്തെ പേര് കെ സി വേണുഗോപാലാണ്. കെ സി വേണുഗോപാൽ നമുക്കറിയാം, വളരെ കരുത്തനായ ഒരു നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ വളരെ ശക്തമായ പിടിപാടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയുടെ അടുത്ത ആളാണ്. അദ്ദേഹത്തിന്റെ കഴിവുകൾ നിസ്സാരമൊന്നുമല്ല. ഇവിടെ അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ തന്നെ, ഇവിടെ കേന്ദ്രത്തിലൊക്കെ മന്ത്രിയായിരുന്നപ്പോൾ, ഇപ്പോൾ PSCയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പിന്നെ സ്ഥാനം, പിന്നെ അധ്യക്ഷ സ്ഥാനം അദ്ദേഹം വഹിക്കുകയല്ലേ. നിസ്സാരമായ പോസ്റ്റല്ല. കാരണം ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ആയുധമാണ് ഈ PSC എന്ന് പറയുന്നത്. ഇന്ത്യ ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും കണക്കും കൃത്യതയും ഒക്കെ നോക്കി അത് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനും പാർലമെന്റിൽ അടിക്കാനും ഒക്കെ കഴിവുള്ള ഒരു സ്ഥാനത്താണ് അദ്ദേഹം ഇരിക്കുന്നത്. അവിടെയൊക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം അദ്ദേഹത്തിന് ഒരുപാട് നോളജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കൊന്ന് ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ പാർലമെന്ററി കമ്മിറ്റി വരെ അദ്ദേഹമുണ്ട്. അങ്ങനെ കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ സ്ഥാപനങ്ങളിലെ പ്രവർത്തന ശൈലി അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഒരു കേരള മുഖ്യമന്ത്രിക്ക് വളരെ അത്യാവശ്യമാണ്. കേരളം നന്നാകണമെങ്കിൽ കേന്ദ്ര മന്ത്രിസഭകളുടെ അല്ലെങ്കിൽ മിനിസ്ട്രികളുടെ ഒരു ഫോം കേരളത്തിൽ വരേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ VS അച്യുതാനന്ദൻ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാനായ സമയത്ത് ഈ റിക്വസ്റ്റ് അദ്ദേഹത്തിൻ്റെ മുമ്പ് വെച്ചതാണ്. അപ്പം അദ്ദേഹം സംഗതി ശരിയാണ്, പക്ഷേ ഇത് നടപ്പിലാക്കണമെങ്കിൽ കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞ് മാറുകയാണ് ചെയ്തത്. അദ്ദേഹം പാടില്ല എന്ന് പറഞ്ഞില്ല. അതായത് ഒരു മിനിസ്ട്രി, ആ മിനിസ്ട്രിയുടെ കീഴിൽ എല്ലാ അദ്ദേഹത്തിൻ്റെ വകുപ്പുകളെല്ലാം ഒന്നിച്ചു വരിക. അതായത് മന്ത്രി, സെക്രട്ടറി, ഡയറക്ടർ ഇവർ ഒരു ശൃംഖലയിൽ ഒരു ഓഫീസിൽ ഇരുന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അടുത്ത മുറികളിൽ ഇരുന്ന് പ്രവർത്തിക്കുന്ന, എപ്പോഴും കാണുന്ന അങ്ങനെ ഒരു പ്രവർത്തന ശൈലി കേരളത്തിന് ആവശ്യമാണ്. കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കേരളത്തിലെ പ്രശ്നങ്ങൾ ധനം ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നു, വ്യവസായം കൊണ്ടുവരേണ്ടത് പ്രശ്നമായിരിക്കുന്നു, കാർഷിക രംഗം തകർന്നിരിക്കുന്നു, നാണ്യവിളകൾക്ക് പ്രശ്നമായിരിക്കുന്നു, മലയോര കർഷകൻ പ്രതിസന്ധിയിലായിരിക്കുന്നു, വന്യജീവിയും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം കൂടിയിരിക്കുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ദന്തൽ കോളേജിലെ നമ്മുടെ കുട്ടിക്ക് പറ്റിയതുപോലെ സിദ്ധാർത്ഥിൻ്റെ ആവർത്തനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അച്ചടക്കമില്ലാതായിരിക്കുന്നു. പിന്നെ യൂണിവേഴ്സിറ്റികൾ, സിൻഡിക്കേറ്റുകൾ സെനറ്റും ഒക്കെ അട്ടിമറിക്കുന്ന പിന്നെ ആ സംവിധാനത്തെ അട്ടിമറിക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞ പോലെ ആയിരിക്കുന്നു. ട്രേഡ് യൂണിയനിസം വളരെയധികം വന്നിരിക്കുന്നു. ഞാൻ ഇന്നലെയും ഒരു കാര്യം കേട്ടു. അത് പിന്നെ സർക്കാർ ഓഫീസുകൾ പാർട്ടി ഗ്രാമങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഒരുപാട് പേര് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സർവീസ് സംഘടനകൾ എല്ലാത്തിനും പിടിച്ചു വയ്ക്കുന്നു. ഇന്നലെ ഒരു പെൺകുട്ടി എന്നോട് GSTയിലെ ഒരു ഉദ്യോഗസ്ഥയാണ് കരഞ്ഞുകൊണ്ട് പറയുമായിരുന്നു, സാറേ ഞങ്ങൾക്ക് കോടതി വിധി വന്നു, ഞങ്ങളെ ഡയറക്റ്റായിട്ട് പിന്നെ നിയമനത്തിൽ വന്ന GST ഉദ്യോഗസ്ഥരെ ഡെപ്യൂട്ടി കമ്മീഷണർമാരായിട്ട് നിയമിക്കില്ല. പ്രൊമോഷൻ കിട്ടി ക്ലർക്കായും മറ്റും വന്നവർക്ക് കൊടുക്കുകയും ഇവരെ തടഞ്ഞു വയ്ക്കുകയും ചെയ്യുകയാണ്. ഇത് കൊടുത്തേ പറ്റുമെന്ന് കോടതി വിധി വന്നിട്ട് ആ കോടതി വിധി കമ്മീഷണർ പാലിക്കുന്നില്ല. അദ്ദേഹം അതിന് എന്തോ കാരണം പറഞ്ഞ് വീണ്ടും ഫയൽ തണുപ്പിക്കാൻ നോക്കുകയാണ്. വീണ്ടും അവർ കോടതിയിൽ പോകേണ്ട അവസ്ഥ. അവർ പറയായിരുന്നു, എനിക്ക് 3 പോസ്റ്റിംഗ് കിട്ടി. ഒന്ന് അധ്യാപികയായിട്ട് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട്, ഒന്ന് പിന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ, ദേശീയ ഡിപ്പാർട്ട്മെൻറ്റിൽ, ഒന്ന് GST ഓഫീസർ. ഇപ്പോൾ GST ഒക്കെ വലിയ ഇതുവരെയല്ലേ, ഒരുപാട് എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ വരും, ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നതാണെന്ന് പറയുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ വലിയ മണ്ടത്തരം കാണിച്ചത്, പ്രൊഫസറായിട്ട് പോകേണ്ട, അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടായിരുന്നു പോകേണ്ടിയിരുന്നത് എന്ന് ഞാൻ പറയുമായിരുന്നു. അവർക്ക് കരയാണ് അക്ഷരാർത്ഥത്തിൽ, ഞാൻ ഇങ്ങനെ ഒന്ന് പെട്ടല്ലോ. സർക്കാരിന്റെ അല്ലെങ്കിൽ ഈ പാർട്ടിക്കാരുടെ ദ്രോഹം. അതായത് ക്ലർക്കായി വന്ന് പ്രൊമോഷൻ കിട്ടിയവന് അസിസ്റ്റന്റ് കമ്മീഷണർ ആവണം, ഈ ഡയറക്റ്റായിട്ട് വന്ന ചെറുപ്പക്കാർ പിള്ളേരെ ആവരുത് എന്നൊരു. ഇല്ല, ഇത് പണ്ട് മുതൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ കാലത്തും യോഗ്യതയുള്ളവരെ മാറ്റി നിർത്തി അത്രയും എക്സ്പീരിയൻസോ മറ്റും ഇല്ലാത്തവരെ റെക്കമെൻഡ് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ IASന്റെ കൂടെ ഇപ്പൊ നിൽക്കാൻ വേണ്ടി KSനെ കൊണ്ടുവന്നില്ലേ, അതിലും ഇത് തന്നെ നടക്കുന്നത്. ഡയറക്ടർ കുട്ടികളെ എങ്ങനെയെങ്കിലും കുറച്ചുകൊണ്ട് മറ്റ് വിഭാഗങ്ങൾ കയറി വന്നിട്ട് അതിൽ പാർട്ടിക്കാർ തിരികെ കയറ്റുന്ന സമീപനങ്ങളാണ് നടക്കുന്നത്. അതെ, IASന് തുല്യമായിട്ട് വരുന്നത്. അവരെ മൂക്കുകയറിടുക, അവർക്ക് ബദലായിട്ടൊരു ടീമിനെ കൊണ്ടുവരിക, പിന്നെ ഇവരിൽ നിന്ന് പ്രൊമോട്ട് ചെയ്ത് IASലേക്ക് കൊടുക്കുക. അപ്പോൾ അവർക്ക് കുറേ വിലങ്ങുതടികൾ വരും. അപ്പോൾ IASനെ നിർവീര്യമാക്കിക്കൊണ്ട് KS വരുന്ന സംവിധാനം, അതിൽ പാർട്ടിക്കാരെ കടത്തിവിടാനുള്ള ശ്രമം. ഇതിപ്പോൾ GST വകുപ്പിൽ വലിയ തോതിൽ നടക്കുന്നു പറയാണ്. കോടതി വിധി വന്നിട്ട് 26 പേർക്ക്
നിയമനം കൊടുക്കാൻ തയ്യാറല്ല. കോടതി അൾട്ടിമേറ്റം കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അവർ കണ്ടംപ്റ്റിന് പോകണം. ഓക്കെ. ഇങ്ങനെയായിട്ട് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് പറയണം. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ. ഇത്തരത്തിലുള്ള ദ്രോഹങ്ങൾ ചെയ്യുന്നതിനിടയിലാണ് അപ്പൊ ഒരു മുഖ്യമന്ത്രി അതെ. ഇങ്ങനെ കറക്കിക്കുത്തിലൂടെ വരുമ്പം അദ്ദേഹത്തിന് എന്ത് ശ്രദ്ധിക്കാൻ കഴിയും? അതെ, അദ്ദേഹം ലോബികളുടെ കയ്യിലായി പോകും. അതെ. ഇപ്പൊ സഭകൾ അവരുടെ മന്ത്രി വേണം, മുഖ്യമന്ത്രി വേണം എന്ന് ആവശ്യപ്പെടുന്ന സമയത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതെ, ഇതിപ്പോ ബെന്നി ബഹനാൻ ചിലപ്പം പക്ഷേ അവിടെയാണ് UDF LDF തമ്മിലുള്ള വ്യത്യാസം. ഈ സഭയ്ക്കും ജാതി സംഘടനകൾക്കും ഒക്കെ തന്നെ കൈകടത്താൻ അവിടെ സാധിക്കില്ല. ഇവിടെയാണെങ്കിൽ KPCC പ്രസിഡന്റ് പോലും ഈ ജാതി ഉപജാതി അങ്ങേയറ്റം എല്ലാം ഇഴകീറി അങ്ങേയറ്റം കൊണ്ടുപോയാണല്ലോ അവർ നിയമിക്കുന്നത്. കഴിവിനൊന്നും യാതൊരു പ്രാമുഖ്യവും കൊടുക്കാതെ പ്രാധാന്യവും കൊടുക്കാതെ തോന്നിയതുപോലെ ഈ ജാതി സഭകൾ ഇവരുടെ എല്ലാം തന്നെ പിടുത്തത്തിനകത്ത് ആയിക്കോളൂ. ഇത് ഇപ്പം നിങ്ങൾ നോക്കിക്കോ, ഈ റിസൾട്ട് വരുമ്പോൾ ലീഗ് മിണ്ടാതിരിക്കുന്നത് കണക്കാക്കണ്ട. ലീഗിന്റെ നിർണായകമായ ഡിസിഷൻ വരും ആര് മുഖ്യമന്ത്രി ആവണമെന്നുള്ളത്. അതുപോലെ തന്നെ സഭകൾ വളരെ ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾക്ക് കുറെ നാളായി താക്കോൽ സ്ഥാനം വേണമെന്നുള്ളത്. ഇതൊക്കെ കേരളത്തിലെ ഭരണം, ഞാൻ പറഞ്ഞില്ല, ഈ പ്രശ്നങ്ങൾ നിലവിലിരിക്കുന്ന ഒരു പ്രശ്നവും പരിഹരിക്കാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രിയായിട്ട് പലരുടെയും പാവയായിട്ട് പ്രവർത്തിക്കുന്ന, ന്യൂനപക്ഷങ്ങൾക്കെന്നുള്ള പേരിൽ ചിലരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ചില ഓർഡറുകൾ ഇറക്കാൻ മാത്രം കഴിയുന്ന, പലരെയും ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സർക്കാരായി പോകാതിരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ ഇംപാർഷ്യൽ എന്നുള്ള ഒരു സാധനം അവരുടെ തലയിൽ ഉണ്ടാവണം, ആര് മുഖ്യമന്ത്രി ആയാലും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ചർച്ചകൾ മോശമാണ്, ജനങ്ങളെ കൊണ്ട് മോശം പറയിക്കരുത് എന്ന് മുതിർന്ന പല നേതാക്കളും പറഞ്ഞു. MK രാഘവനാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് K മുരളീധരൻ പറഞ്ഞു, മറ്റു പല നേതാക്കളും VM സുധീരൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്, AK ആന്റണി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മോശമാണ്, അതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്നൊക്കെ ഉള്ള വിശദീകരണങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. പക്ഷേ ചർച്ച അവസാനിക്കുന്നില്ല. ഹൈക്കമാൻഡിനും അങ്ങനെ തീരുമാനിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് കേരളത്തിൽ. കാരണം ഹൈക്കമാൻഡിന്റെ 2 കുഞ്ഞുങ്ങളെ പാർലമെന്റിൽ അയച്ചത് പാണക്കാട് നിന്നാണ്. നമ്മളത് മറക്കരുത്. പാണക്കാട് നിന്നാണ് 2 ഇന്ദിരാഗാന്ധി, ഗാന്ധി കുടുംബമല്ല, ഇന്ദിരാഗാന്ധി കുടുംബത്തിലെ അല്ലെങ്കിൽ രാജീവ് ഗാന്ധി കുടുംബത്തിലെ 2 കുഞ്ഞുങ്ങൾക്ക് പാർലമെന്റിൽ കയറാൻ അവസരമൊരുക്കിയത് ഇവിടെ നിന്നാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇപ്പോൾ വനിതാ ബില്ലിനെതിരെ നിൽക്കുന്നത്. വനിതാ ബില്ല് വന്നാൽ എല്ലായിടത്തും 50% വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്താ കുഴപ്പം? നോർത്ത് ഇന്ത്യയിലും 50, സൗത്ത് ഇന്ത്യയിലും 50, ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ അവിടെ നിന്ന് മത്സരിച്ചാൽ കൂടുതൽ സീറ്റിലേക്ക് മത്സരിക്കേണ്ടി വരും. ഇതാണ് പ്രശ്നം. ഇത് തങ്ങൾക്കൂടെ നോർത്ത് ഇന്ത്യയിൽ കുറെ കൂടെ ഗ്രിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ആർക്കും പ്രശ്നമില്ലാതെ ഈ സാധനം പാസ്സായി പോയേനെ. ഇതുപോലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഇനി ആവർത്തിക്കാനിരിക്കുകയാണ്. ഇതിപ്പോൾ വേറൊരു സംഭവം മുഹമ്മദ് റിയാസ് ആക്ഷേപിച്ചത് കൊണ്ട് നമ്മൾ കണ്ടില്ലെന്ന് അടിക്കരുത്. അതായത് കോൺഗ്രസ്സുകാർ ഇപ്പോൾ വ്യാപകമായി ഫണ്ട് പിരിക്കുകയാണ്, പിരിവ് നടത്തുകയാണ്. ഈ റിസൾട്ട് വരുന്നത് വരെ ഞങ്ങളായിരിക്കും ഭരണത്തിൽ വരിക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആക്ഷേപം അദ്ദേഹം ഉന്നയിച്ചിരിക്കുക. അല്ല, അത് ഭരണത്തിൽ വരുന്നതിന് മുമ്പായിട്ട് പിരിച്ചാൽ കുറേ ആക്ഷേപം കുറഞ്ഞു കിട്ടും. അപ്പോൾ കുറേ പേർക്ക് തങ്ങൾക്ക് ഇതിനുകൊണ്ട് സേ കിട്ടുമെന്നുള്ളൊരു തോന്നലും വരും. ഇപ്പം ഞാനാണ് മന്ത്രിയാകുക എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ നടപ്പുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പിന്നിൽ കുറേ ലോബികൾ കൂടും, കുറേ പണച്ചാക്കുകൾ കൂടും, കുറേ പണം കൊടുക്കും. അയാൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ കുറേ മുടങ്ങി കിടക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടെന്നേ. 10 വർഷമായിട്ട് ഇവിടെ വേഴാമ്പലിനെ പോലെ ഓരോ വകുപ്പിലെയും പ്രശ്നങ്ങൾക്ക് വേണ്ടി പണച്ചാക്കുകൾ കാത്തിരിപ്പുണ്ട്. അതൊക്കെ ഒറ്റ ഓർഡറിൽ പാസ്സാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിക്കുന്നുണ്ട്. ഇത് റിയാസ് പറഞ്ഞെങ്കിൽ അത് തെറ്റൊന്നുമല്ല. മുഹമ്മദ് റിയാസ് പറഞ്ഞതിൽ കുറച്ച് കഥയുണ്ട്. ഏറ്റവും വലിയ കഥയൊന്നുമല്ല. പിണറായി വിജയനായിരുന്നെങ്കിൽ ഒരു ഗുണമുണ്ട്, ആരെയെങ്കിലും തല്ലിക്കൊന്നെങ്കിലും കുറേ പണം ഇവിടെ കൊണ്ടുവരുമായിരുന്നു. കുറേ വികസന പ്രവർത്തനങ്ങൾ, റോഡായാലും വെള്ളമായാലും കുറേ കാര്യങ്ങൾ. മറ്റു ചിലതില്ല. ഏത് ജനാധിപത്യം, സോഷ്യലിസം, മതേതരത്വം, അതൊന്നും നടക്കില്ല. മറ്റേ ഈ തരം കാര്യങ്ങൾ കുറച്ച് നമുക്ക് നടക്കാനും തിന്നാനും ഉണ്ണാനും ഒക്കെ ഉള്ളത്, ബാക്കിയൊന്നും വേണ്ടി പോരുത് എന്നുള്ള രീതിയിലെങ്കിലും നടക്കുക. ഇപ്പം അതുപോലും ഇപ്പം നമുക്ക് കുരയ്ക്കാം, അതൊക്കെ വീട്ടിൽ പോയി ചോദിക്കണം. ഇപ്പൊ പണ്ട് അമേരിക്കയിലെ റഷ്യയിലും കാര്യം പറഞ്ഞില്ല, അവിടെ ഇഷ്ടം പോലെ തിന്നാം പക്ഷെ മിണ്ടാൻ നോക്കില്ല. അമേരിക്കയിലാണെങ്കിൽ കുരയ്ക്കാം എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം ഇനി ഇവിടെ ആളുകൾ കിടന്ന് കുരയ്ക്കാം. പോലീസിനെ കൊണ്ട് വലിയ ഇതൊന്നും ചെയ്യാൻ കഴിഞ്ഞൊന്നും വരില്ല. പക്ഷേ മറ്റു കാര്യങ്ങളിൽ പ്രതിസന്ധി വരും. അതുകൊണ്ട് ഭരണകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ് വരുന്നതെങ്കിൽ പെട്ടു. ഇനി തുടർഭരണം വന്നാൽ അത് തുടർഭരണമായിട്ട് തന്നെ പോകും. അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ ജാഗ്രതയായി. യെസ്, ഇതാണ് എന്തായാലും റിസൾട്ട് പുറത്തു വരുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള ചർച്ചകൾ എത്രത്തോളം ഭൂഷണമാണ് എന്ന് കോൺഗ്രസ്സുകാർ തന്നെ തീരുമാനിക്കട്ടെ. കാരണം വോട്ട്, ജനങ്ങളുടെ വിധിയെഴുത്ത് പെട്ടിയിൽ കിടക്കുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ മെഷീനിൽ കിടക്കുന്നതേ ഉള്ളൂ. അതൊക്കെ ഈ വരുന്ന 4-ാം തീയതിയാണ് പുറത്തേക്ക് വരുന്നത്. ഒന്നൊന്നായി പുറത്തേക്ക് വരുമ്പോൾ അപ്പോഴായിരിക്കും നമുക്കറിയാൻ കഴിയുക ആരാണ് കേരളം ഭരിക്കുക എന്ന്. അതിനു മുൻപ് ഇപ്പോൾ തന്നെ വിധിയെഴുത്ത്
നടത്തിയിരിക്കുകയാണ്. വകുപ്പ് വിഭജിച്ചിരിക്കുകയാണ്. കാറുകളുടെ നമ്പർ പോലും തീരുമാനിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ നാണംകെട്ടൊരവസ്ഥയിലേക്ക് പോകുന്നത് കോൺഗ്രസിൻ്റെ ഇമേജ് തകർക്കുമെന്നുള്ളതല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഇത് ആണോ ആർജവമുള്ള നേതൃത്വമുള്ള ഒരു പാർട്ടി ചെയ്യേണ്ടത്? അതല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിന് ഒരു ആർജവവും ഇല്ല എന്ന് ജനങ്ങൾ വിധി എഴുതും. ജനങ്ങൾ മുൻപ് നിങ്ങളെ അകറ്റി നിർത്തിയിരുന്നതാണ്. 10 വർഷം ഈ തമ്മിലടി കാരണം, അഴിമതി കാരണം അകറ്റി നിർത്തിയിരുന്നതാണ്. ആ ഒരു ഗതികേടിലേക്ക് ഇനിയും നിങ്ങൾ സ്വയം എടുത്ത് ചാടരുത് എന്ന് മാത്രമാണ് ജനങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത്. വളരെയധികം നന്ദി സാർ ഇത്ര സമയം ടോക്കിംഗ് പോയിന്റ് സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണുന്നു. നമസ്കാരം.